ടൂറിസം വികസന പദ്ധതികൾക്കും ശുചിത്വത്തിനും ഊന്നൽ നൽകി തലശ്ശേരി നഗരസഭാ ബജറ്റ്. ടൂറിസം വികസനത്തിന്റെ വ്യത്യസ്തമായ പദ്ധതികളാണ് ബജറ്റിൽ ഇടം പിടിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ ബജറ്റ് അവതരണം നടത്തി. 126,15,4399 രൂപ വരവും 96,97,73,500 രൂപ ചെലവും 29,17,30,899 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ അവതരിപ്പിച്ചത്. കടൽപ്പാലത്തിനടുത്ത് ആകാശപാത നിർമ്മാണത്തിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപം കുട്ടികളുടെ പാർക്കിൽ ആധുനിക രീതിയിലുള്ള നീന്തൽക്കുളം നിർമ്മിക്കും. കണ്ടിക്കലിലെ ബൈപ്പാസ് ബ്രിഡ്ജിനടിയിൽ പാർക്ക്, ജിം, കൺവെൻഷൻ സെന്റർ എന്നിവ നിർമ്മിക്കും. കോടിയേരി ബാലകൃഷ്ണ സ്മാരക ടൗൺ ഹാൾ ആധുനിക രീതിയിലുള്ള കൺവെൻഷൻ സെന്ററാക്കി മാറ്റും. അതിൽ തന്നെ മിനി IT പാർക്കും ആരംഭിക്കും. നഗരസഭയുടെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കായിക സംഘടനകളുടെ സഹായത്തോടെ സർഫുകൾ, കായിക പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഇൻഡസ്ട്രിയൽ പാർക്കിലെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. പൊതു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികൾക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കും. വാർഡ് ഫണ്ട് 15 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കും. തലശ്ശേരിയെ അതിന്റെ പൂർവ്വകാല പ്രധാനത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാ സഹായവും നമ്മുടെ സർക്കാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹണ്ടിക്കലിലെ ബൈപ്പാസ് ബ്രിഡ്ജിനടിയിൽ പാർക്ക്, ജിം, കൺവെൻഷൻ സെന്റർ എന്നിവ നിർമ്മിക്കും. കുണ്ടുചിറ എരഞ്ഞോളി ടൂറിസ്റ്റ് ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിനും ജനപങ്കാളിത്തത്തോടെ നഗരസഭയിലെ തരിശുനിലം കണ്ടെത്തുകയും ഇത്തരം ഭൂമിയിൽ കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി പച്ചത്തുരുത്ത് നിർമ്മിക്കുന്നതിനും ബജറ്റിൽ പദ്ധതിയായി. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് 2 ലക്ഷവും ചീരഗ്രാമം, ചില്ലിഗ്രാമം പദ്ധതികൾക്കായി 75,000 രൂപ വീതവും ബഡ്സ് ജീവനക്കാർക്കുള്ള ഹോണറേറിയത്തിനായി 8 ലക്ഷം രൂപയും വകയിരുത്തി. ബജറ്റ് അവതരണ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി അധ്യക്ഷയായി.